പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ ചെറിയ ആത്മീയ വചന ചിന്തകൾ എന്നുള്ള ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കുഞ്ഞു സമയത്തിൽ ചെറിയ നമുക്ക് ആവശ്യമായ ആത്മീയ ചിന്തകൾ, വചനത്തിൻ്റെ ചിന്തകളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഒരുപാട് പേര് കാണുന്നുണ്ട്, അതിനോർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈശോയുടെ ശരീരവും ഈശോയുടെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ശരീരം, പ്രത്യേകിച്ച് മാമോദിസ സ്വീകരിച്ച ക്രൈസ്തവരുടെ ശരീരം, ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാണെന്ന് പഠിപ്പിക്കുന്ന സമയം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:14 അത് പഠിപ്പിച്ചിങ്ങ് വരുമ്പോൾ ഈശോ പറയുന്ന ഒരു വചനഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേൾക്കുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്, മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വെക്കുക സാധ്യമല്ല. അപ്പോൾ ഈശോ പറയാണ്, മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വെക്കുക സാധ്യമല്ല. അപ്പോൾ മലയുടെ മുകളിൽ ഉയർത്തപ്പെട്ട ഒരു കാര്യത്തെ മറച്ചു വെക്കുവാൻ സാധ്യമല്ല. ഇത് പറയുന്നത് നമ്മൾ കുരിശിൻ്റെ വഴിയിൽ പ്രാർത്ഥിക്കുന്നു. 10-ാം സ്ഥലത്ത് ദിവ്യരക്ഷകന്റെ വസ്ത്രം ഉരിഞ്ഞെടുക്കുന്നു. ദിവ്യരക്ഷകന്റെ വസ്ത്രം ഉരിഞ്ഞെടുക്കുന്നു, അവർ 4 ഭാഗിച്ചിടുന്നു. ഇത് എവിടെ വെച്ചാണ്? ഒരു മലയുടെ മുകളിലാണ്, ഗാഗുൽത്തായുടെ മുകളിൽ വെച്ചാണ് ഈശോയുടെ ശരീരത്തിന്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റുന്നതായിട്ട് എടുത്തു പറയുന്നത്. നമുക്കറിയാം, ഈശോയെ താഴെ വെച്ച് ഒരുപാട് അടിച്ച ശേഷമാണ് ഈ കുരിശ് വന്ന് മുകളിലേക്ക് വരുന്നതെങ്കിലും എടുത്തു പറയുന്ന ഭാഗം ഈ കുരിശിന്റെ വഴിയിൽ നമ്മൾ പറയുന്നു, അവന്റെ വസ്ത്രം അവർ 4 ഭാഗിച്ചെടുത്തു, വസ്ത്രം അവർ ഉരിഞ്ഞെടുത്തു എന്ന് പറയുന്നു. ഇതിനകത്ത് ഒരർത്ഥം എന്ന് പറയുന്നത് മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി വെളിപ്പെടാതിരുന്ന യേശുവിന്റെ ശരീരം ലോകം മുഴുവനും വേണ്ടി വെളിപ്പെടുകയാണ്. എവിടെ വെച്ച്? മലമുകളിൽ വെച്ച്. അതാണ് ആദ്യം വായിച്ച വചനഭാഗം. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. അപ്പൊ ഈശോയുടെ ശരീരം വെളിപ്പെടുന്നത് ഒരു മലയുടെ മുകളിൽ വെച്ചാണ് വെളിപ്പെടുന്നത്. എന്തിനാണ്? ഇതൊരിക്കലും മറച്ചു വെക്കാൻ പറ്റുന്നത്. ഇനി ഈ ശരീരം വെളിപ്പെടുത്തുന്നത് പരിശുദ്ധ അമ്മ നൽകിയ വസ്ത്രത്താല് അതുവരെ മറയപ്പെട്ടിരുന്ന യേശുവിന്റെ ശരീരം വെളിപ്പെടുകയാണ്. ഈ ശരീരം വെളിപ്പെടുന്നത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് സ്നേഹമാണ്, നമ്മളോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് ഈശോ ഈ കുരിശിൽ മരിക്കുന്നത്. 2, ഇത് ജീവൻ ഉണ്ടാകുവാൻ വേണ്ടിയാണ്. ആദി മാതാപിതാക്കളുടെ പാപം വഴി നഷ്ടപ്പെട്ടു പോയ ദൈവീക ജീവൻ തിരിച്ചു ലഭിക്കുവാനാണ് ഈശോ ഈ കുരിശിൽ മരിക്കുന്നത്, ഈ ശരീരം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈശോ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം ഇതാണ്: മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ്. പ്രത്യേകിച്ച് മാമോദിസ സ്വീകരിച്ച ഓരോ ക്രിസ്ത്യാനിയും തിരിച്ചറിയണം. ഈശോ പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്, പിതാവിനെ കാണിച്ചു തരിക എന്ന് പറയുമ്പോൾ ഈശോ പറയുകയാണ്, ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ ആയിരുന്നിട്ട് നിങ്ങൾ എന്നെ കാണുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അപ്പോൾ ഓരോ ക്രൈസ്തവനും യേശുവിനെ വെളിപ്പെടുത്തേണ്ട വ്യക്തിയാണ്. അല്ലെ, നമ്മുടെ ശരീരം യേശുവിനെ വെളിപ്പെടുത്തേണ്ടതാണ്. സഭയുടെ ബോഡി ഓഫ് തിയോളജി പഠിക്കുമ്പോൾ സഭ പഠിപ്പിക്കുന്നതാണ്, ജോൺ പോൾ II പഠിപ്പിക്കുന്ന ബോഡി ഓഫ് തിയോളജി പഠിപ്പിക്കുമ്പോൾ പറയുന്നതാണ്, ശരീരം ഒരു കൂദാശയാണ്. ശരീരം ഒരു കൂദാശയാണ്. ഈ കൂദാശയുടെ നിർവചനം നമുക്കറിയാൻ പറ്റും. അദൃശ്യമായ കൃപാവരത്തെ ദൃശ്യമായി വെളിപ്പെടുത്തുന്നതാണ് കൂദാശ. അദൃശ്യമായ കൃപാവരങ്ങളെ ദൃശ്യമായി വെളിപ്പെടുന്നത്. അതുപോലെ ഇവിടെ പറയുകയാണ്, ശരീരം ഒരു കൂദാശയാണ്. കാരണം ഈ ശരീരം അദൃശ്യനായ ദൈവത്തെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ മാമോദിസ സ്വീകരിച്ച ഓരോ വ്യക്തിയുടെ ശരീരം, അവന്റെ സാന്നിധ്യം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതായി തീരണം നമ്മുടെ ശരീരം. ഇനി ഈശോ നമുക്ക് ശരീരം തരുന്ന 2 കാരണങ്ങൾ പറഞ്ഞു. 1, ജീവൻ ഉണ്ടാകുവാൻ. 2, ഇത് സ്നേഹത്തിന്റെ അടയാളമാണ്. അപ്പോൾ യേശുവിന്റെ സ്നേഹത്തിന്റെ സാദൃശ്യമായ സ്നേഹബന്ധം ഈ ഭൂമിയിലുള്ളത് ഒരേ ഒരു ബന്ധത്തിലാണ്, വിവാഹം എന്ന ബന്ധത്തിലാണ്. വിവാഹം എന്ന കൂദാശ സ്വീകരിച്ച ഭാര്യ ഭർത്താവ്, ഈ ബന്ധത്തിലാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സാദൃശ്യം നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ സഭ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, യേശുവിന്റെ രക്ഷാകര ഉടമ്പടിയുടെ കൗദാശിക അടയാളമാണ് വിവാഹം എന്ന കൂദാശ. യേശുവിന്റെ രക്ഷാകര ഉടമ്പടി എന്ന് പറയുന്നത് ഈ കുരിശുമരണമാണ്. അപ്പോൾ അതിൻ്റെ നമ്മളെ രക്ഷിച്ചതിൻ്റെ കൗദാശിക അടയാളമാണ് വിവാഹം. അതുകൊണ്ട് ഈശോ നേരിട്ട് സ്ഥാപിക്കുന്ന 2 കൂദാശകളാണ്, 1 വിവാഹം, 2 പരിശുദ്ധ കുർബാന. അതുകൊണ്ട് ഇത് തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ ഈശോ ശരീരം നൽകുന്നത് ജീവൻ ഉണ്ടാകുവാനും സ്നേഹത്തിന്റെ അടയാളമാണ്. അതുപോലെ അതുവരെ വിവാഹം എന്ന കൂദാശ വരെ നമ്മുടെ ശരീരം നമ്മൾ മറയപ്പെട്ടിരിക്കുന്നു.
നമുക്ക് തന്നിരിക്കുന്ന വിവാഹ ഉടമ്പടിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെടുന്ന വ്യക്തിക്കാണ് ഈ ശരീരത്തെ നമ്മൾ വെളിപ്പെടുത്തുന്നത്. എന്തിനു വേണ്ടി? ഒന്ന്, ജീവൻ ഉണ്ടാകുവാൻ, പുതിയ തലമുറയുണ്ടാകും. രണ്ട്, ഇത് സ്നേഹത്തിന്റെ അടയാളമാണ്. കണ്ടോ, യേശുവിന്റെ സ്നേഹത്തിന്റെ അതേ സാദൃശ്യം വിവാഹം എന്ന കൂദാശയിലുണ്ട്. ഇനി അതുകൊണ്ട് വിവാഹ ഉടമ്പടി എന്നാണ് പറയുന്നത്. ഉടമ്പടി, മാമോസ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും യേശുവുമായിട്ട് ഉടമ്പടിയിലേക്ക് വരികയാണ്. അവന്റെ മരണം വരെ ഞാൻ നിനക്ക് ദൈവമായിരിക്കും. അവന്റെ മരണം കൊണ്ട് മാത്രമേ ഈ ഉടമ്പടി അവസാനിക്കുന്നുള്ളൂ. ഇതുപോലെ വിവാഹം എന്ന കൂദാശയിലും ഒരു വ്യക്തിയുടെ മരണം കൊണ്ടാണ് ആ ഉടമ്പടിയിൽ നിന്ന് സ്വതന്ത്രനാകാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, യേശു നമുക്ക് ശരീരം തരുന്നത്, ഈശോയുടെ ശരീരവും രക്തവും നമുക്ക് തരുന്നത്, യേശുവുമായിട്ട് ഉടമ്പടി ചെയ്ത വ്യക്തിക്കാണ് ഈശോ തൻ്റെ ശരീരവും രക്തവും തരുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു, മാമോദിസ ഒരു ഉടമ്പടിയാകുന്നു. മാമോദിസ സ്വീകരിച്ച വ്യക്തികൾക്കാണ് ഈശോ തൻ്റെ ശരീരത്തെ നൽകുകയുള്ളൂ. അപ്പോൾ ഉടമ്പടി ചെയ്യാത്ത ഒരു വ്യക്തിക്ക് ഈശോ ശരീരത്തെ നൽകിയില്ല. നമുക്കറിയാം, പൊതുവായ സ്ഥലങ്ങളിൽ പരിശുദ്ധ കുർബാന നടക്കുന്ന സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ കുർബാന സ്വീകരണമായി നടക്കുന്ന സമയം അടുക്കാറാകുമ്പോൾ വൈദികൻ മൈക്കിലൂടെ വിളിച്ചു പറയും ഇങ്ങനെ, അതായത് മാമോദീസ സ്വീകരിച്ചവരും കത്തോലിക്ക സഭയിലെ അംഗങ്ങളായവരും പരിശുദ്ധ കുർബാന കുംഭസാരം എന്ന കൂദാശ വഴി ഒരുങ്ങിയവരും മാത്രമേ പരിശുദ്ധ കുർബാന സ്വീകരിക്കാവുള്ളൂ എന്ന് പറയും. എന്തുകൊണ്ടാണ്? ഈ ശരീരം ഉടമ്പടി ചെയ്ത വ്യക്തികൾക്കേ കൊടുക്കത്തുള്ളൂ. ഇതുപോലെ ഒരു ക്രൈസ്തവന്റെ ശരീരം ഉടമ്പടി ചെയ്യുന്ന, വിവാഹം എന്ന ഉടമ്പടി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മൾ നൽകാവുള്ളൂ. ഇനി യേശുവിന്റെ ശരീരം വെളിപ്പെടുന്നത് അനുഗ്രഹത്തിന് കാരണമാകും. ലോകത്തിലേക്ക് എവിടെ പരിശുദ്ധ കുർബാന കൂടുതൽ നടക്കുന്നോ, യേശുവിന്റെ ശരീരവും രക്തവും ജനങ്ങൾക്ക് കിട്ടുന്നുവോ, അത് അനുഗ്രഹത്തിന് കാരണമാകും. ഇതുപോലെ ദിവ്യകാരുണ്യ ആരാധന എവിടെയെല്ലാം ഉയരുന്നുവോ, ആ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ, ഈശോയാകുന്ന യേശുവിന്റെ ശരീരത്തിന് മുമ്പിൽ ജനങ്ങൾ ഇരുന്നാൽ അത് അനുഗ്രഹത്തിന് കാരണമാകും. എന്നാൽ യേശുവിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ശരീരം ലോകത്തിലേക്ക് വെളിപ്പെടുന്നത് പാപത്തിന് കാരണമാകും. ഇതറിയാവുന്ന തിന്മ ഇന്ന് അനേകം മക്കളുടെ ശരീരങ്ങൾ പ്രദർശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്. എന്താണ്? യേശുവിന്റെ ശരീരം അനേകം ആത്മാക്കളെ രക്ഷിക്കുമ്പോൾ യേശുവിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തികളുടെ ശരീരം പ്രദർശിപ്പിച്ച് പാപത്തിന് കാരണമാകുന്നു. അതുകൊണ്ട് നമ്മുടെ ശരീരം പ്രദർശിപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പരിശുദ്ധ അമ്മ പറയുന്നു, ഫാഷൻ സാത്താന്റെ വിജയമേഖലയാണ് ഫാഷൻ. എന്നിട്ട് പറയാണ്, ശരീരം പരിശുദ്ധ കുർബാനയ്ക്ക് എത്തുന്നവരെ ശ്രദ്ധിക്കണം, ശരീരം പ്രദർശിപ്പിക്കുന്നവർക്ക് ശിക്ഷയുണ്ടാകും. പരിശുദ്ധ അമ്മ പറയാണ്, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിൽ വരുമ്പോൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുക, യേശുവിന്റെ ശരീരം എവിടെയെല്ലാം വെളിപ്പെടുന്നുവോ അത് അനുഗ്രഹത്തിന് കാരണമാകും. നമ്മുടെ ശരീരം ഉടമ്പടി ചെയ്യാത്ത വ്യക്തികൾക്ക് ഈ ശരീരം സമർപ്പിക്കുന്നത് പാപമാകും. വിവാഹം കഴിച്ച വ്യക്തി വേറൊരു വ്യക്തിയുമായിട്ട് ലൈംഗിക ബന്ധത്തിലുള്ള അത് പാപമാകും. കാരണം ഉടമ്പടി ചെയ്യുന്ന വ്യക്തിയുമായിട്ടാണ് ഈ ശരീരം പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ വിവാഹത്തിന് മുമ്പേ അനേകം പേരെ ഈ ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടാൻ സാത്താൻ അനേകമായി പ്രേരിപ്പിക്കുന്നത്. കാരണം എന്താ? ഇത് പാപത്തിന് കാരണമാകും. അവന്റെ കുടുംബമാകുന്ന അടിസ്ഥാനത്തെ അവൻ വിവാഹം എന്ന ജീവിതത്തിലേക്ക് കയറുമ്പോൾ അവന്റെ കുടുംബത്തെ തകർക്കുവാൻ ഈ പാപം കാരണമാകും. അതിനാൽ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുക. ഇത് എൻ്റെ ശരീരം യേശുവിന്റെ ശരീരത്തെ വെളിപ്പെടുത്തുന്നതാണ്, യേശുവിനെ വെളിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയെ, മേരി മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെയും മാലാഖമാരെ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ആമേൻ.